യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു ഭൂതോച്ചാടനം? പലപ്പോഴും ആ ഒരു പേര് കേൾക്കുമ്പോൾ പലരുടെ ഉള്ളിൽ ചിലപ്പോൾ പേടി വരുന്നുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് എക്സോർസിസം പറയുന്നത് മലയാളത്തിൽ ഭൂതോച്ചാടനം എന്ന് പറയുമ്പോൾ ഭൂതങ്ങളെ ഒഴിപ്പിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭയം, അല്ലെങ്കിൽ അത്തരത്തിൽ ഭൂതങ്ങളുണ്ടോ എന്നൊക്കെ ചിന്ത ജനങ്ങളുടെ ഉള്ളിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ എക്സോർസിസം? സഭയുടെ പഠനം എന്താണ്? സഭയുടെ ഔദ്യോഗിക പഠനം അനുസരിച്ച് വേദപാഠ പുസ്തകത്തിൻ്റെ ചെറിയ പതിപ്പ് 74-ാമത്തെ ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: പിശാചുക്കളും ദുരാത്മാക്കളും, അല്ലെങ്കിൽ സെയ്റ്റൻ ആൻഡ് ഡീമൺസ്. സെയ്റ്റൻ എന്ന് പറയുന്നത് മുഖ്യദൂതനായിരുന്ന ലൂസിഫർ അനുസരണക്കേട് കാണിച്ച് സ്വയം തീരുമാനമെടുത്ത് തിന്മയായിട്ട് ഒരു ഈവളായിട്ട് രൂപാന്തരപ്പെടുകയാണ്. അദ്ദേഹത്തോട് സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നതനുസരിച്ച് 2 മാലാഖമാർ ദൈവത്തിനോട് ചേർന്ന് നിൽക്കാൻ തീരുമാനമെടുത്തു. 1 മാലാഖമാർ ലൂസിഫറിനോട് ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചു. അതാണ് പിശാചിൻ്റെയും ദുരാത്മാക്കളുടെയും ഉത്ഭവമായിട്ട് സഭ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ സഭയുടെ പ്രമാണരേഖ കിടക്കുന്നത് കൊമ്പൻറ്റിയും 74-ാമത്തെ ഖണ്ഡികയിലാണ്. പിശാചുക്കളും ദുരാത്മാക്കളും എന്ന് പറയുന്ന ഖണ്ഡിക. അവരുടെ മുഖ്യ പ്രവർത്തനം ദൈവത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റുക. അത് പ്രലോഭനത്തിലൂടെ ഒന്ന് പരിശ്രമിച്ചു നോക്കും. പ്രലോഭനം വിജയിച്ചില്ലെങ്കിൽ പീഡനങ്ങൾ ആരംഭിക്കും. അപ്പോൾ മനുഷ്യൻ മനസ്സ് മടുത്ത് ദൈവത്തെ ഉപേക്ഷിച്ച് പിശാചിൻ്റെ പക്ഷത്ത് ചേരാനും പിശാചിനെ ആരാധിക്കാനും തുടങ്ങിയേക്കാം. അതോടെ പിശാചിൻ്റെ ഉപദ്രവം അവസാനിക്കും. പക്ഷേ ആത്മനാശം സംഭവിച്ചിരിക്കും. ഈ ഭൂമിയിലെല്ലാം പിശാച് അവർക്ക് കൊടുക്കും. കാരണം നശിപ്പിക്കുവാനും കൊല്ലാനും വന്നിരിക്കുന്ന പിശാച് പിന്നെ അവരെ ഉപദ്രവിക്കുന്നില്ല. ഈ ലോകത്തിലെ ജീവിതം കഴിയുമ്പോൾ നരകത്തിൽ അവരെ കിട്ടുമല്ലോ. ഇപ്പോൾ പീഡിപ്പിച്ച് അവരെ നശിപ്പിക്കേണ്ട എന്ന് പിശാച് തീരുമാനിച്ച് വളരെയേറെ പ്രോത്സാഹനങ്ങൾ കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ സഭ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഒരു ആത്മീയ സമരമുണ്ട്, ഒരാത്മീയ പോരാട്ടമുണ്ട്, ഒരാത്മീയ യുദ്ധമുണ്ട്. ഈ ആത്മീയ യുദ്ധത്തിൽ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം കിട്ടും. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് വിജയം കിട്ടും. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 8-37 പറയുന്നു: ഈ ലോകത്തിൽ നമ്മൾ ഒരു വിജയാളികളാണ്. വി ആർ കോൺകറേഴ്സ് ഇൻ ദിസ് വേൾഡ്. ഡെവിൾ കനോട്ട് കോൺകർ അസ്. നമ്മൾ ഈശോയോട് കൂടെ അല്ലെങ്കിൽ നമ്മളെ പിശാച് ചിലപ്പോൾ കോൺകർ ചെയ്യാം, നമ്മളെ അധീനപ്പെടുത്താം. അപ്പോൾ സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ദുരാത്മാക്കൾ ദൈവം സൃഷ്ടിച്ചതല്ല. അവരുടെ തന്നെ സ്വയമായ ഒരു തീരുമാനത്താൽ പിശാചുക്കളാകാൻ അവർ തീരുമാനിച്ചു. ആ തീരുമാനം ഇറിവോക്കബിളാണ്. തിരിച്ചെടുക്കാനാവാത്തവണ്ണം അവർ തന്നെ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പ്രദേശം ദൈവം തിരിച്ചു കൊടുത്തു. അതിനെയാണ് നരകം എന്ന് പറയുന്നത്. അത് നരകമായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച ആത്മീയ ലോകത്തിൻ്റെ ഒരു ഭാഗം പിശാചുക്കൾക്കായിട്ട് വേർതിരിച്ചപ്പോൾ അത് നരകമായിട്ട് മാറി. അവിടെ ദൈവത്തിൻ്റെ നന്മകളൊന്നും പ്രവർത്തിക്കാനില്ലാത്തതുകൊണ്ട് അത് അന്ധകാരത്തിൻ്റെയും ഒരു പീഡനത്തിൻ്റെയും സ്ഥലമായിട്ട് സ്വയമായിട്ട് രൂപാന്തരപ്പെട്ടു. ഇനി ഈ പിശാചുക്കളോ അല്ലെങ്കിൽ പിശാചോ ഒരിക്കലും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വരികയില്ല. ദൈവത്തിൽ നിന്ന് മനുഷ്യരെ ഓരോരുത്തരായിട്ട് എടുത്ത് അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് പിശാചുക്കൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് പ്രത്യേകിച്ച് ശക്തി വർദ്ധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം അതിശക്തനാണ്. ഏറ്റവും ശക്തി അല്ലെങ്കിൽ പരമോന്നതമായ ശക്തി ദൈവത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. എന്നാൽ പിശാചുകൾക്ക് പരിമിതമായ ശക്തിയേ ഉള്ളൂ. പക്ഷേ ഒരു മനുഷ്യാത്മാവിനെ കൂടി കിട്ടുകയാണെങ്കിൽ പിശാചിന് അല്പം കൂടി ഒരു പവർ കിട്ടും. അതായത് ഒരു ആത്മാവിനെ കൂടി കിട്ടിക്കഴിയുമ്പോൾ പിശാചിൻ്റെ ആത്മശക്തി കുറച്ചുകൂടി വളരുന്നു. പക്ഷേ അതിനെ ദുരാത്മാവായിട്ട് കിട്ടിയാലേ പിശാചിന് ശക്തി വർദ്ധിക്കുകയുള്ളൂ. ഒരു നല്ല ആത്മാവിനെ പിശാചിന് കിട്ടിയിട്ട് കാര്യമില്ല, അവൻ്റെ ശക്തി വർദ്ധിക്കുകയില്ല. അപ്പോൾ തിന്മയുടെ ശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ പിശാചിന് ആത്മാക്കളെ കൂടുതലായിട്ട് തന്നിലേക്ക് ചേർത്തുകൊണ്ടിരിക്കണം. അതാണ് പിശാചിന് ഇതിൻ്റെ മേലുള്ള ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ എക്സോർസിസം എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കയറുന്ന ആത്മാക്കളെ നമ്മൾ ഒഴിവാക്കും. അതായത് സഭയുടെ ഔദ്യോഗിക പ്രബോധനം അനുസരിച്ച് പിശാചുക്കൾക്ക് 4 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. ഒന്ന് സബ്ജക്ഷൻ,
ജോബിൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്നത് പോലെ പിശാച് നേരെ വന്ന് ഒരാളെ സബ്ജക്റ്റ് ചെയ്യുകയാണ്. ഒരു രാജാവ് വന്ന് വേറൊരു രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുന്നത് പോലെ നമ്മുടെ സമ്മതം കൂടാതെ നമ്മളെ വന്ന് സബ്ജക്റ്റ് ചെയ്യുകയാണ്, കീഴടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലുണ്ടാകാം. ജോബാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് ഒരു ഒബ്സഷനാണ്. പിശാച് ഒബ്സഷൻ കൊണ്ടുവരും. നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അത് തിന്മയുടെ പ്രവൃത്തിയായിരിക്കുകയും ചെയ്യും. പക്ഷേ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുകയില്ല. അതിനെയാണ് സഭ പറയുന്നത് ഒബ്സഷൻ. മൂന്നാമതായിട്ട് പിശാചിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നത് ഇൻഫെസ്റ്റേഷനാണ്. ഒരു വസ്തുവോ വ്യക്തിയോ പ്രസ്ഥാനമോ ഒക്കെ ഈ പിശാചിൻ്റെ ഇൻഫെസ്റ്റേഷനിൽ വരാം. പിശാച് ആവസിച്ച് അതിനെ അധീനപ്പെടുത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു പ്രവൃത്തിയിൽ മനുഷ്യന് വിടുതൽ കിട്ടണം. അതിനായിട്ട് സഭ ആവശ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യർ ആവശ്യപ്പെടുമ്പോൾ സഭ ഒരു പ്രാർത്ഥന ചെയ്യുന്നു. ആ പ്രാർത്ഥനയ്ക്കാണ് എക്സോർസിസം പ്രാർത്ഥന എന്ന് പറയുന്നത്. അതൊരു വ്യക്തിയെ വേണമെങ്കിൽ ഇതുപോലെ പൊസസ് ചെയ്യാം, സബ്ജക്റ്റ് ചെയ്യാം, ഇൻഫെസ്റ്റേറ്റ് ചെയ്യാം. നാലാമത്തെ പ്രവൃത്തിയായിട്ട്, പിശാചിൻ്റെ പ്രവൃത്തിയായിട്ട് പറയുന്നത് പൊസഷനാണ്. അപ്പോൾ അവരുടെ ബാഹ്യ മനുഷ്യനും ആന്തരിക മനുഷ്യനും പിശാചിൻ്റെ പ്രവർത്തനത്തിന് അടിമപ്പെടുന്നു. പിന്നെ അവർ പിശാച് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോഴാണ് എക്സോർസിസം പ്രാർത്ഥന നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്, ഭൂതോച്ചാടനം ഉപകാരപ്പെട്ട് വരുന്നത്.